4000-നും 4500-നും ഇടയ്ക്ക് വരുന്ന റണ്ണിങ് ഷൂസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന സ്ക്രീൻഷോട്ടിലുള്ള കളർവേയുടെ പ്രൈസിംഗ് ആയിരിക്കും 4500-ന് താഴെ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ലീഡിങ് ഷൂ ബ്രാൻഡ്സും ചില കളർ വേസ് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഇടാറുണ്ട്. സോ അങ്ങനെ കണ്ടുപിടിച്ച കുറച്ച് കളർവേസ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ സ്ക്രീൻഷോട്ടിൽ ആഡ് ചെയ്യുന്ന കളർവേയുടെ പ്രൈസ് ചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കളർവേസ് നോക്കാൻ. അപ്പോൾ അവിടെ ചെറിയ പ്രൈസ് ഡിഫറൻസ് ഒക്കെ വരാം. പക്ഷേ ഈ ഷൂസിൻ്റെ ഈ പറയുന്ന കളർവേസ് എല്ലാം 4500-ന് താഴെയാണ്. നൈക്കിയുടെ എൻട്രി ലെവൽ ഷൂസ് നോക്കുമ്പോൾ അതിൽ ഡെഫിനറ്റ്ലി സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ഡൗൺ ഷിഫ്റ്റർ സീരീസ്. ഡൗൺ ഷിഫ്റ്റർ സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് നൈക്കിയുടെ ഡൗൺ ഷിഫ്റ്റർ 14. ഇതിന് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് 4400 റേഞ്ചാണ്. ചില കളർവേസിനും എല്ലാ കളർവേസിനും അല്ല. ഇതിൻ്റെ ഹൈലൈറ്റ്സ് എടുത്ത് പറയാനാണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഷൂ ആണ്, നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഷൂ ആണ്. സോ ഹ്യൂമിഡിറ്റിയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ഡെയിലി ട്രെയിനിങ്ങിന് യൂസ് ചെയ്യാം, ജിമ്മിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഷൂസിന് വരുന്നത്. അപ്പോൾ റണ്ണിങ്ങിനും അതേപോലെ വെയിറ്റ് ട്രെയിനിങ്ങിനും നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂസാണ്. ലോങ് റൺസിന് ഭയങ്കര സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ അല്ല, പക്ഷേ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് നൈക്കിയുടെ ഡൗൺ ഷിഫ്റ്റർ 14. മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ അഡിഡാസിൻ്റെ റൺ ഫാൽക്കൺ 3 കവർ ചെയ്തായിരുന്നു. അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് അഡിഡാസിൻ്റെ റൺ ഫാൽക്കൺ 5. ഇതിൻ്റെ പ്രൈസിങ്ങും വരുന്നത് 4500-ന് താഴെയാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ. പക്ഷേ ഇതും നൈക്കി പോലെ തന്നെ എല്ലാ കളർ വേസിനും അല്ല, ചില കളർ വേസിനാണ്. വൈറ്റ്, ബ്ലാക്ക് അങ്ങനത്തെ 1-2 കളർ വേസ് 3.9K റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ചില കളർ വേസ് 4.6-ലും കിട്ടും. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഒരുപാട് ഹൈ ആണ്. അപ്പം ഇതും നിങ്ങൾക്കൊരു 3 to 5K റൺസിന് അല്ലെങ്കിൽ ജിമ്മിൽ, ഇനി കുറച്ചും കൂടെ ലോങ്ങർ പോയാൽ എനിക്കൊന്നൊരു 10K വരെയൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റണ്ണിങ് ഷൂസാണിത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അഡിഡാസിൻ്റെ റൺ ഫാൽക്കൺ 5. ഈ ഒരു പ്രൈസ് പോയിന്റിൽ പെർഫോമൻസ് ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട ഒരു ഷൂസാണ് A6-ൻ്റെ ഈസി റൈഡ്. സോ ഈസി റൈഡ് ബാക്കിയുള്ള ഷൂസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാക്ക് ആയിട്ട് കമ്പാരിറ്റീവ്ലി ലോ ആണ്. കാരണം ഇത് കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഷൂസാണ്, ഡെയിലി ട്രെയിനർ അല്ല. ഇത് കുറച്ചും കൂടെ നമുക്ക് നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല ടൈമിൽ ഓടാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷൂ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഫോം, അതായത് A6-ൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡൽസിൽ വരുന്ന ഫ്ലൈറ്റ് ഫോം ടെക്നോളജി തന്നെയാണ് അവർ ഈ ഷൂസിലും യൂസ് ചെയ്തിരിക്കുന്നത്. സോ പെർഫോമൻസ് റണ്ണിങ് ഷൂ ആണ് ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഷൂസാണ് A6-ൻ്റെ ഈസി റൈഡ്. സ്കെച്ചേഴ്സിൻ്റെ ഗോ റൺ സീരീസ് വളരെ പോപ്പുലറാണ്. ഗോ റണ്ണിൻ്റെ കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷൂ. സോ ഇത് ഇപ്പോൾ ലിസ്റ്റ് ആയിരിക്കുന്ന പ്രൈസ് 2999 ആണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള റണ്ണിങ് ഷൂ ആണ്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, അത്യാവശ്യം ബ്രീത്തബിൾ ആണ്, അത്യാവശ്യം നല്ലൊരു അപ്പർ മെഷൊക്കെ വരുന്ന ഷൂസാണ്. കുറേ കിലോമീറ്റേഴ്സ് സ്കെച്ചേഴ്സിൻ്റെ ഷൂസ് യൂഷ്വലി ലാസ്റ്റ് ചെയ്യാറുണ്ട്. സോ അതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ റണ്ണിങ് ഷൂ പ്രൈസിങ്ങിൻ്റെ സീരീസ് ഇനിയും പോകുന്നുണ്ടാവും. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് പ്രൈസിങ്ങിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഷൂസിൻ്റെ എണ്ണവും കുറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും, കാരണം ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോസൊക്കെ മിസ്സാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.